بسم الله الرحمن الرحيم. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1804 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിലെ 4, 5 എന്നീ 2 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്തുൽ ഹുജറാത്തിലെ 4, 5 ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹുജറാത്തിന്റെ പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയുണ്ടായി. ഈ സൂറത്തിന് ആ പേര് അൽ ഹുജറാത്ത് എന്ന പേര് വരുന്നതിന് കാരണമാവുന്ന വിധത്തിലുള്ള പരാമർശം അടങ്ങിയ ആയത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച തുടക്കത്തിലുള്ള ആയത്ത്, 4-ാമത്തെ ആയത്ത്. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലവും അതിന്റെ ഉള്ളടക്കവും ഒക്കെ നമ്മൾ സംക്ഷിപ്തമായിട്ട് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായി. മക്ക ഫത്തഹിനെ തുടർന്നുള്ള ഘട്ടത്തിൽ അവതരിച്ചതായി മനസ്സിലാക്കപ്പെടുന്ന ഈ സൂറത്തിൽ മക്ക ഫത്തഹിനോടനുബന്ധിച്ച് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് മുഖ്യമായും അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിലെ ചില മര്യാദകൾ, ചില സാമൂഹ്യ രീതികളൊക്കെ പരിചയപ്പെടുത്തുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ ഹുജറാത്തിൽ നിർവഹിക്കപ്പെടുന്നത്. ഈ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠനവിധേയമാക്കിയ 3 ആയത്തുകളിൽ നമ്മൾ അവയുടെ അത്തരം മര്യാദകൾ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ചില സംഗതികൾ കാണുകയുണ്ടായി. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ഒരു കാര്യത്തിലും കവച്ചു വെക്കാൻ വേണ്ടി, മുൻകടക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നതാണ് നമ്മൾ തുടക്കത്തിൽ നൽകപ്പെട്ട നിർദ്ദേശമായിട്ട് കാണുകയുണ്ടായത്. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും മറികടക്കുക എന്നൊരു സംഗതി, അത് ഒരു ചിട്ടയും വ്യവസ്ഥയും ഇല്ലാതെയാക്കുന്ന ഒരു ആനക്കിസ്റ്റായ ടെൻഡൻസിയാണ്, ഒരു കാലുഷ്യമുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ്. പടച്ചതമ്പുരാനും വിധേയപ്പെടുകയും ഏറ്റവും നല്ല മാതൃകയായിട്ട് അള്ളാഹുവിന്റെ ദൂതനെ കാണുകയും ചെയ്യുക എന്നതാണ് സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക് ഏറ്റവും കരണീയമായ ഒരു സംഗതി എന്നാണ് പഠിപ്പിക്കപ്പെടുന്ന സംഗതി. ഏത് വിഷയത്തിലും ഏറ്റവും ഉത്തമമായ മാതൃകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഏത് കാര്യത്തിലും മനുഷ്യനോട് ഗുണകാംക്ഷാപരമായിട്ടുള്ള ഒരു നിലപാടാണ് അള്ളാഹു എല്ലാ വിഷയത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യവസ്ഥ, ആ ഒരു ചിട്ട പിന്തുടരുന്നത് എല്ലാ നിലക്കും സമൂഹത്തിന്റെ നിലനിൽപ്പിനും
അതിന്റെ ആരോഗ്യകരമായി അത് മുന്നോട്ട് പോകുന്നതിനൊക്കെ ഉപകരിക്കുന്ന സഹായകമായ ഏറ്റവും നല്ല ഒരു വ്യവസ്ഥയാണ്. ഇതാണ് അതിന്റെ ഒരു ഈ ധാർമ്മിക നിർദ്ദേശങ്ങൾ നൽകുന്നതിന്റെ, മര്യാദകൾ പഠിപ്പിക്കുന്നതിന്റെ ഒക്കെ ഒരു അടിത്തറ. തുടർന്ന് അള്ളാഹു നിർദ്ദേശിക്കുകയുണ്ടായത് ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി എന്ന്. നിങ്ങളുടെ ശബ്ദം ഒരു കാരണവശാലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നതാവരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, നിങ്ങൾ ഒച്ചയിട്ട് സംസാരിക്കുകയും ചെയ്യുന്നവരാവരുത്. നിങ്ങൾ പരസ്പരമൊക്കെ ഒച്ചയില് മര്യാദ കാണിക്കാത്ത വിധത്തില്, പരുഷ്യം ഉള്ള വിധത്തിലൊക്കെ പരസ്പരം ഒച്ചയിട്ട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനോട് മര്യാദ കെട്ട വിധത്തില് ഒച്ചയിട്ട് സംസാരിക്കുക, അദ്ദേഹത്തിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്ന വിധത്തില് ശബ്ദമെടുത്ത് സംസാരിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം തന്നെ ഇല്ലാതെയാക്കി കളയുന്ന, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കി കളയുന്ന ഒരു നിലപാടാണ്. മര്യാദ ഇല്ലാതെ, ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു കർമ്മവും ഫലവത്താവുകയില്ല എന്നതാണ് ഇസ്ലാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ. നമുക്ക് സൂറത്തുൽ അലഖിന്റെ തുടക്കത്തില് അള്ളാഹു ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് പഠിപ്പിച്ചത് ഓർമ്മയുണ്ട്. സൃഷ്ടികർമ്മം നടത്തിയ നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്നത് അവിടെ പഠിപ്പിക്കുന്ന, അതൊരു വായന, പഠനം, ഗവേഷണം, അന്വേഷണം തുടങ്ങിയതിനൊക്കെ അടിസ്ഥാനപരമായി പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമധേയത്തിൽ തുടങ്ങുക എന്നത്. അതൊരു ഡിസിപ്ലിനാണ്, ഒരു ചിട്ടയാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരു പഠനവും അങ്ങനെ അല്ലാതെ തുടങ്ങുന്ന ഒരു പഠനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന വിധത്തിൽ തുടങ്ങുമ്പോൾ അത് ഒരു ദിശാബോധമുള്ള ഒരു തുടക്കമാണ്. ദിശാബോധമുള്ള ഒരു വായനയുടെ, അന്വേഷണത്തിന്റെ, ഗവേഷണത്തിന്റെ ഒക്കെ ഒരു ആരംഭമാണത്. അങ്ങനെ ഒരു ദിശാബോധവും ഇല്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ, എന്തിനു വേണ്ടി എന്ന് പോലും നിർണയിക്കപ്പെടാതെ അന്വേഷിക്കുകയും വായിക്കുകയും ഗവേഷണത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവര് പലപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പ്രസിദ്ധിയോ അല്ലെങ്കിൽ സമ്പത്തോ ഒക്കെ ആയിരിക്കും. സമ്പന്നനാവുക എന്നത് ലക്ഷ്യമാകും, പ്രസിദ്ധി നേടുക എന്നത് ലക്ഷ്യമാവും. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന്റെ നാമധേയത്തിലല്ലാതെ കാര്യങ്ങൾക്ക് തുടക്കമിടുന്ന, പഠനം നിർവഹിച്ചു തുടങ്ങുന്ന ആളുകളുടെ പരിപാടികൾക്ക് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ നാമധേയത്തിൽ തുടങ്ങുമ്പോൾ അതില് ഒരു തിരിച്ചറിവുണ്ട്, ഒരു ബോധ്യമുണ്ട്. അതുപോലെ വളരെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ചില ലക്ഷ്യങ്ങളും അതിലുണ്ടാവും. അത് തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും മനുഷ്യരാശിക്ക് പൊതുവായും ഒക്കെ തന്നെ അതിലൂടെ നന്മ കൊണ്ടുവരണം എന്ന ഒരാഗ്രഹം ഉള്ളിന്റെ ഉള്ളില് ഉണ്ടാവും. അത് അള്ളാഹുവിന്റെ നാമധേയത്തിൽ കാര്യങ്ങൾ നിർവഹിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനിവാര്യമായ ഒരു ഗുണമാണ്. അതൊരു ഡിസിപ്ലിൻ പഠിപ്പിക്കലാണ് അവിടെ. ആ ഒരു ഡിസിപ്ലിൻ പഠിപ്പിച്ചതിന് ശേഷമാണ് സൂറത്തുൽ ഫാത്തിഹയില് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായം തന്നെ പഠിപ്പിക്കുന്നതും അത് ആ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നതും ഒക്കെ തന്നെ. അപ്പൊ അതില് ആദ്യമായിട്ട് സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് തുടങ്ങുന്നത്, അതിൽ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. മറ്റു സൂറത്തുകളൊന്നും പോലെയല്ല. അവിടെ സൂറത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ ആയത്ത് തന്നെയാണ് ബിസ്മി. പക്ഷെ ബിസ്മി കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്നത് സൂറത്തുൽ ഫാത്തിഹ അവതരിക്കുന്നതിന്റെ മുമ്പ് തന്നെ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുകയാണ് സൂറത്തുൽ അലഖിൽ.
ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന നിർദ്ദേശം സൂറത്തുൽ അലഖിൽ നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ അധ്യായമായി പരിഗണിക്കപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ ആദ്യം അവതരിക്കാതെ 95-ാമത്തെ സൂറത്തിലെ 5 ആയത്തുകൾ ആദ്യം അവതരിപ്പിക്കുകയുണ്ടായതിന്റെ വലിയൊരു ഹിക്മത്തും അതിലടങ്ങിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒരു ഡിസിപ്ലിൻ, ഒരു മര്യാദ പഠിപ്പിച്ചുകൊണ്ട് വേണം പഠന പ്രക്രിയ തന്നെ തുടങ്ങാൻ. കാരണം ആ മര്യാദയാണ്, ആ ഡിസിപ്ലിനാണ് ആ പഠന പ്രക്രിയയെ ഫലവത്താക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. അതുകൊണ്ടാണ് മനുഷ്യവിജ്ഞാനീയങ്ങൾക്കൊക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഡിസിപ്ലിൻ എന്ന പേര് വന്നിട്ടുള്ളത്. ഏത് പഠന മേഖലയും ഡിസിപ്ലിൻ എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുക. അറബിയിൽ അതിന് അദബ് എന്നാണ് പറയുക. അപ്പോ ഡിസിപ്ലിൻ സാദാബാണ്. കാരണം ഏത് പഠന മേഖലയും ഒരു ക്രമീകരണവും ചിട്ടയും ഒക്കെയുള്ള വിധത്തിലാവുമ്പോഴേ അതൊരു പഠന മേഖലയിലുള്ള ശരിയായ പഠന രീതിയാവുകയുള്ളൂ. പലതും കൂട്ടിക്കുഴച്ച് കുറച്ച് ഇത് നോക്കും കുറച്ച് അത് നോക്കും എന്ന വിധത്തില്, കുറച്ച് അത് വായിക്കും കുറച്ച് ഇത് വായിക്കും എന്ന വിധത്തിലാണെങ്കിൽ അതൊരു പഠന മേഖലയായി വികസിക്കുകയില്ല. കുറെ അറിവ് ലഭിക്കുന്നുണ്ടാകും, പക്ഷെ ആ അറിവിനൊരു വ്യവസ്ഥയും ക്രമവും ഒന്നും ഉണ്ടാവില്ല. ആ വ്യവസ്ഥയും ക്രമവും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് അതിനൊരു ഡിസിപ്ലിൻ എന്ന് പറയാം. മനുഷ്യന് പ്രകൃതിയിൽ എന്ത് നിരീക്ഷിക്കുമ്പോഴും അങ്ങനെ ഒരു സംഗതി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മള് ഒരു ഡിസിപ്ലിന്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല പ്രകൃതിയിൽ നമ്മൾ നിരീക്ഷിച്ചാൽ കാണുന്ന എല്ലാ ഒരു കാര്യവും തന്നെ. പക്ഷെ മനുഷ്യന്റെ പഠന പ്രക്രിയയിലേക്ക് നമ്മൾ അങ്ങ് ഇറങ്ങുമ്പോൾ അതിനൊരു വ്യവസ്ഥയും ചിട്ടയും ഒരു ഡിസിപ്ലിനും ഉണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ ആ പഠന പ്രക്രിയ ഫലവത്താവുകയില്ല എന്നതാണ് വസ്തുത. അപ്പൊ ഈ ഒരു സംഗതി തുടക്കത്തിൽ തന്നെ അള്ളാഹു പഠിപ്പിച്ചേ കാണാൻ കഴിയും. അതേപോലെ ഒരു കാര്യം അള്ളാഹു ഇവിടെ പഠിപ്പിക്കുകയാണ് ഈ നിർദ്ദേശങ്ങളിലൂടെ. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും മറികടക്കുക എന്നത് ഒരു കാര്യത്തിലും വിശ്വാസം ഉൾക്കൊണ്ട ഒരാൾക്ക് ഭൂഷണമായ ഒരു സംഗതിയല്ല. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അവരെ ടച്ച് സ്റ്റോൺ ആയിട്ട്, കാര്യങ്ങളിലെ ഒരു അവസാന നിർണയം നടത്തുന്ന സ്രോതസ്സുകളായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ ഉൾക്കൊള്ളേണ്ടത്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകനോട് ബഹുമാനവും ആദരവും ഒക്കെ ഉള്ളവരായിക്കൊണ്ടാണ് നിലകൊള്ളേണ്ടത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദം ഉള്ള വിധത്തിൽ സംസാരിക്കരുത്. അതുപോലെ ഒച്ചയിട്ട് സംസാരിക്കരുത്. നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാകും, പക്ഷെ അത് ചെയ്യരുത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞൊരു കാര്യം, ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കല് ശബ്ദം നിയന്ത്രിച്ച് സംസാരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവര് തഖ്വ, ഹൃദയത്തിലുള്ള തഖ്വയെ പരീക്ഷിക്കപ്പെട്ട, അതിൽ വിജയം കണ്ടെത്തിയ ആളുകളാണ്. അത് അവരുടെ ഒരു ലക്ഷണമാണ്. തഖ്വയുള്ളവരാണോ അല്ലേ എന്ന നിലക്കുള്ള അള്ളാഹുവിന്റെ പരീക്ഷണത്തില് തഖ്വയുള്ളവരാണ് എന്ന് തെളിയിക്കാൻ സാധിച്ച ആളുകളാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കല് മര്യാദയോടുകൂടി ശബ്ദം നിയന്ത്രിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ. അവര് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിലൂടെ കടന്നുപോയവരാണ്. ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അളീം. അവർക്ക് പാപമോചനമുണ്ട്, മഹത്തരമായ പ്രതിഫലവും ഉണ്ട് എന്നാണ് മുകളിൽ ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് അള്ളാഹു പറയുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഈ 2 ആയത്തുകൾ വരുന്നത്. ഇത് സൂറത്തിന്റെ അവതരണത്തിന് കാരണമായ സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നേരെ കൊണ്ടുപോവുകയാണ്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്. അള്ളാഹു വളച്ചുകെട്ടൊന്നുമില്ലാതെ പറയുകയാണ്, നിന്നെ ഈ ഭവനങ്ങളുടെ, ഈ വീടുകളുടെ പുറകിൽ നിന്നായിട്ട്
വിളിച്ച ആളുകൾ അല്ലെങ്കിൽ വിളിക്കുന്ന ആളുകൾ അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധിക പേരും ബുദ്ധിയും സ്വബോധവും ഒന്നും പ്രയോജനപ്പെടുത്താത്തവരാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ബുദ്ധിയില്ലാത്തവരാണെന്നല്ല, അക്സറുഹും ലാ യഅഖിലൂൻ, അഖ്ല് പ്രയോജനപ്പെടുത്താത്തവരാണ്, ഉപയോഗപ്പെടുത്താത്തവരാണ് ഇവർ. മഠയന്മാരാണ്, ബുദ്ധിശൂന്യന്മാരാണ് എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ ബുദ്ധിശൂന്യർ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവരാണ്, ബുദ്ധി ഇല്ലാത്തവരല്ല ഇവർ, ബുദ്ധി ഉപയോഗപ്പെടുത്താത്തവരാണ്. അതാണ് ഇവിടെ പറയുന്നത്. ലാ യഅഖിലൂൻ, ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്യാതെ തോന്നിയ വിധത്തിൽ യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ, മര്യാദ ഇല്ലാതെ, ജീവിതത്തിൽ ഒരു ക്രമവും ക്രമീകരണവും ഒന്നുമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ്. അതാണ് അപരിഷ്കൃതരായ അറബികളുടെ അക്കാലത്തെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന പ്രകൃതവും സ്വഭാവവും പെരുമാറ്റവും ഒക്കെ അങ്ങനെ ആയിരുന്നു. അവര് ഈ സാമൂഹ്യ മര്യാദകൾ തീരെ ശീലിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പ്രകൃതിയുടെ പാരുഷ്യത്തോട് മല്ലടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന, കടുത്ത കാലാവസ്ഥയിൽ ശക്തമായ ചൂടും അല്ലെങ്കിൽ ശക്തമായ തണുപ്പും ഒക്കെ അനുഭവപ്പെട്ടിരുന്ന കാലാവസ്ഥയിൽ വേണ്ടത്ര ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ ഒന്നുമില്ലാതെ, ആവശ്യത്തിന് വേണ്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ സുലഭമായിട്ട് ഉണ്ടാവാതെ ഉള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ അങ്ങനെ ഒരു നോമാഡ്സ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ്. അവർക്ക് സ്വന്തം ഇടങ്ങളില് യാതൊരു നിയന്ത്രണവും അല്ലെങ്കിൽ ചിട്ടയോ ഒന്നും ഇല്ലാതെ എല്ലാവരോടും ഇടപഴകിയും സംസാരിച്ചും തട്ടിക്കേറിയും കയർത്തും ഒച്ചയിട്ട് സംസാരിച്ചും ഒക്കെയുള്ള ശീലമേ ഉള്ളൂ. ഒരു ഓഫീസിലേക്ക് കയറി വരുമ്പോ എങ്ങനെ പെരുമാറണം എന്നത് അവർക്കറിയില്ല. ഒരു ഗുരുവിന്റെ അടുക്കലേക്ക് വരുമ്പോ എങ്ങനെ പെരുമാറണം എന്നത് അവർക്കറിയില്ല. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്തൊക്കെ മര്യാദകളാണ് പാലിക്കേണ്ടത് എന്നതൊന്നും അവർക്കറിയില്ല. പരിഷ്കൃതരായ ആളുകൾ താമസിക്കുന്ന വീടുകളുടെയും പരിസരത്തും ഒക്കെ എത്തിയാൽ അവരോടും ആ പരിസരത്തും ഒക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതൊന്നും അവർക്കറിയില്ല. അവര് ആ പരുക്കൻ ജീവിത സാഹചര്യങ്ങളിലൂടെ വന്ന ആളുകളാണ്. പട്ടണവാസികളുടേത് പോലെയുള്ള സാംസ്കാരികമായ രീതികളോ മാനേഴ്സോ ഒന്നും അവർക്കറിയില്ല. മാനേഴ്സൊക്കെ തന്നെ കണ്ടും കേട്ടും ശീലിക്കുന്ന സംഗതികളാണല്ലോ. മാതാപിതാക്കളിൽ നിന്നും, അതുപോലെ പാഠശാലകളിൽ നിന്നും, അയൽവാസികളിൽ നിന്നും, നിത്യജീവിതത്തിൽ ഇടപഴകുന്ന ആളുകളിൽ നിന്നൊക്കെ ആയിട്ട് പഠിച്ചെടുക്കുന്ന, കണ്ടും കേട്ടും നിരീക്ഷിച്ചും ഒക്കെ ആർജിക്കുന്ന സംഗതികളാണ് മാനേഴ്സ്. അത് നമ്മള് പലപ്പോഴും വിദേശത്തൊക്കെ കുറച്ചു കാലം തങ്ങിയിട്ട് തിരിച്ച് നാട്ടിൽ വരുമ്പോ സ്വദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളും കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ തന്നെ നമ്മളുടെ പെരുമാറ്റത്തിൽ പല മാറ്റങ്ങളും വ്യത്യസ്തതകളും ഒക്കെ കാണും. അപ്പോ അവരതിനെ പരിഷ്കാരം എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മള് പുതിയൊരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചില മര്യാദകള് നേരത്തെ നമ്മൾ ശീലിച്ചിട്ടില്ലാത്തതൊക്കെ സ്വായത്താക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള മര്യാദകൾ നമ്മുടെ പെരുമാറ്റത്തിൽ പിന്നീട് നാട്ടിലെത്തുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സാമൂഹ്യ സമ്പർക്കത്തിലൂടെ ഒക്കെ ഉണ്ടായി വരുന്നതാണ് യഥാർത്ഥത്തിൽ മര്യാദ, ഡിസിപ്ലിൻ എന്നൊക്കെ പറയുന്ന കാര്യം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മര്യാദകളുടെ ഏറ്റവും കൃത്യതയും നന്മ നിറഞ്ഞതുമായ രീതികള്, വളരെ പെർഫെക്റ്റ് ആയ രൂപങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചെടുക്കുകയായിരുന്നു. അതിനുവേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ യുസക്കീഹിം എന്ന് ഖുർആനില് പരാമർശിക്കുന്ന കാണാം. അവരെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി, ഖുർആൻ പഠിപ്പിക്കുന്നതിന് യുഅല്ലിമഹുൽ കിതാബ വൽ ഹിക്മത എന്ന് വേറെ പറയുന്നുണ്ട്. ഖുർആനും ഖുർആന്റെ പ്രായോഗിക
ജീവിത രീതിയും പഠിപ്പിക്കുക എന്നത് പ്രവാചകന്റെ ദൗത്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ യുസക്കീഹിം എന്നും പരാമർശിച്ച് കാണാം. അവരെ തസ്കിയത്തുള്ളവരായി, മര്യാദയും അതുപോലെ അച്ചടക്കവും അതുപോലെ ജീവിത വിശുദ്ധി സംബന്ധമായ ബോധവും ഒക്കെ ഉള്ള ആളുകളായി മാറ്റുക എന്നതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആ പാഠശാലയില് അവിടെ വന്നു കയറിയ എല്ലാ ആളുകളെയും ഈ വിധത്തില് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ പാരുഷ്യം ഇല്ലാതെയാക്കി, അവരുടെ പെരുമാറ്റ രീതികൾ ഏറ്റവും മര്യാദയുള്ളതാക്കി, നന്മയോടുള്ള പ്രതിബദ്ധത ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ളതാക്കി, സത്യത്തോടുള്ള അവരുടെ പ്രതിബദ്ധത യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധത്തിലുള്ളതാക്കിയൊക്കെ മാറ്റിയെടുത്തതാണ്. അങ്ങനെ ഒരു ഡിസിപ്ലിൻ പഠിപ്പിച്ചെടുത്തതാണ്. എന്നാൽ ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20-22 വർഷക്കാലത്തെ പ്രയത്നങ്ങളുടെ ഫലമൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ലാത്ത പുതിയ ആളുകൾ പലരും ഈ സമൂഹത്തിലേക്ക് അതിന്റെ ഭാഗമായി വന്നു ചേർന്നിരിക്കുകയാണ്. ഈ ആളുകൾക്ക് ചില മര്യാദകള് നേരത്തെ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ട് ഉണ്ടായിരുന്നില്ലാത്തതിനാലാണ് ഇതങ്ങനെ വ്യക്തതയോടുകൂടി അവരോട് പറയേണ്ടി വരുന്നത്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, മദീനയുടെ വെളിയിലായി പ്രാന്തപ്രദേശങ്ങളിലായിട്ട് താമസിച്ചിരുന്ന പല ബദവി ഗോത്രങ്ങളും അവരുടെ കൂട്ടത്തിൽ ഒന്നാണ് ബനു തമീം ഗോത്രം. അവരിൽപ്പെട്ട ഒരു സംഘം, ഒരു പ്രതിനിധി സംഘം എന്ന് തന്നെ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് മദീനയില് അദ്ദേഹം താമസിച്ചിരുന്ന മസ്ജിദുൽ നബവിയുടെ ചുറ്റുപാടുമായുള്ള വീടുകളുടെ അടുക്കലെത്തിയിട്ട് അവര് ഉറക്കെ നബിയുടെ പേര് വിളിച്ചുകൊണ്ട് കാണാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുകയാണ്. അതിന് ഒരു മര്യാദകേടുണ്ട് എന്ന കാര്യം തന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്ന അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പത്നിമാര് വസിച്ചിരുന്ന വീടുകളിലേക്ക് പോകുന്നത് അവരുമായി കുറച്ച് സമയം സ്വകാര്യത പങ്കിടുന്നതിന്, അവരുമായുള്ള കുടുംബ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക്, അതുപോലെയുള്ള സംഗതികളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. വിശ്രമിക്കാനും കുടുംബാംഗങ്ങളോടൊപ്പം കഴിയാനും ഒക്കെ വേണ്ടിയാണ്. അത് വളരെ കർമ്മൗത്സുക്യമുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യത്തില് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് പത്നിമാരോടും മക്കളോടും ഒക്കെ ഒരുമിച്ച് വീട്ടിനകത്തായിട്ട് കഴിയാൻ ലഭിക്കുക ഉണ്ടായിരുന്നത്. അപ്പൊ അത്തരം സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും വെളിയിൽ നിന്ന് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി സ്വീകരിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ എന്തൊക്കെയാണ് ആവശ്യങ്ങളാണോ അവിടെ ഉണ്ടായിരുന്നത് അത് ഒക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോ അദ്ദേഹത്തെ കാണാം എന്ന നിലക്ക് കാത്തിരിക്കുകയാണ് ചെയ്യുക. കാരണം വളരെ കൂടിയ സമയം, ജീവിതത്തിന്റെ ദൈനംദിന സമയത്തിലെ വളരെ കൂടിയ അളവ് ഈ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. ആളുകളെ സംസ്കരിക്കുന്നതിനും അവരെ നയിക്കുന്നതിനും അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിനൊക്കെ ആയിട്ട് നീക്കിവെച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സമയം കൂടുതലായിട്ടും അതിനുവേണ്ടി നീക്കിവെച്ചതായതുകൊണ്ട് വളരെ പരിമിതമായ സമയം മാത്രമാണ് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ആരും അദ്ദേഹത്തെ സന്ദർശിക്കുകയോ അവിടെ ചെന്ന് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ച് പുറത്തു വരാൻ വേണ്ടി പറയുകയോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് അത്രയും നന്നായി അറിയുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ട് കൂടിയാണ്. എന്നാൽ ഈ ബദവി അറബികളെ സംബന്ധിച്ചിടത്തോളം അവര് മദീനയിൽ വസിക്കുന്ന ആളുകളായിരുന്നില്ല. മദീനയുടെ ബാഹ്യമായ ഇടങ്ങളില് മരുഭൂമിയിൽ താമസിച്ചിരുന്ന ആളുകളാണ്. അവര് പ്രതീക്ഷിക്കുന്ന, അവര് കണക്ക് കൂട്ടുന്നത് തങ്ങൾ എപ്പോ അവിടെ എത്തിയാലും
അദ്ദേഹത്തെ വിളിച്ച് പുറത്തു കൊണ്ടുവരാം. അതിന് ഏത് സമയത്തും അദ്ദേഹം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് അവർക്ക് ഒരു പക്ഷെ ഉണ്ടാവുക. എന്തായാലും അവര് ഈ ഹുജറാത്തിന്റെ പിൻവശത്ത് വന്നിട്ട് ഉറക്കെ വിളിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനെ. പക്ഷെ ഇതൊരു കോമൺ സെൻസിന്റെ പ്രശ്നമാണ്. അവർ ആലോചിക്കുന്നേ ഇല്ല. അല്ലെങ്കിൽ ആലോചിച്ചാൽ അവർക്ക് അറിയാം, ഒരു പബ്ലിക് ലൈഫ് വളരെ കൂടുതലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് വീട്ടില് കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം എന്നത് വളരെ അളന്നു മുറിച്ച് പരിമിതപ്പെടുത്തിയൊക്കെ ഉള്ള സമയമായിരിക്കും. ആ സമയത്ത് അദ്ദേഹത്തെ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. അദ്ദേഹം ഓഫീസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജനങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടിയുള്ള സന്ദർഭങ്ങൾക്ക് വേണ്ടി പുറത്തു വരുമ്പോൾ ഒക്കെ കാണുക എന്നതാണ് ചെയ്യേണ്ടത്. കാരണം അത് ഒരു പ്രാഥമികമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ജീവിത രീതി ഒട്ടും ശീലിച്ചിട്ടില്ലാത്ത ഈ അറബികളെ, ഈ ബദവി അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരു ചിട്ടയും അടുക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ അറിയില്ല. ചിലപ്പോ എന്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു ചിത്രം, സ്കൂളില് ഇങ്ങനെയുള്ള മര്യാദകളൊക്കെ ഒരു വലിയ അളവിൽ പാലിക്കപ്പെടുന്ന ഒരു ഇടമായിരുന്നല്ലോ നമ്മുടെ പള്ളിക്കൂടങ്ങളൊക്കെ. അപ്പം വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ലാത്ത അപരിഷ്കൃതരായ മുക്കുവന്മാരൊക്കെ ആയിരുന്ന ആളുകൾ പലപ്പോഴും അവരുടെ കുട്ടികളുടെ കാര്യം ചോദിച്ചറിയാനൊക്കെയായി അവരുടെ ആ രീതിയിൽ തന്നെ വേഷവിധാനവും സംസാര രീതിയും ഒക്കെ തന്നെ ചന്തയിലോ അങ്ങാടിയിലോ കടപ്പുറത്തോ ഒക്കെ വെച്ച് ആളുകളെ കാണുന്ന അതേ രീതിയിൽ തന്നെ അവര് സ്കൂളുകളിൽ വന്ന് അധ്യാപകരോട് സംസാരിക്കുന്നതും ഒച്ചയിട്ട് കാര്യങ്ങൾ പറയുന്നതും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഇത് ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ ശീലിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇത് വളരെ കൂടുതൽ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ മര്യാദകളൊക്കെയും തന്നെ അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഈ വൈകിയ ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകളിൽ പലർക്കും അതിനെക്കുറിച്ച് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്, പ്രവാചകരെ താങ്കളെ ഈ മുറികളുടെ, ഈ അറകളുടെ പിൻവശത്ത് നിന്നായിട്ട് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധിക പേരും കാര്യങ്ങൾ വേണ്ട വിധത്തില് മനസ്സിലാക്കുന്നേ ഇല്ല, ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നേ ഇല്ല. ചിന്താശൂന്യരായ ആളുകളാണ് ഇവര് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത് ഒരു ആ സിറ്റുവേഷൻ കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവേണ്ടതാണ്. അങ്ങനെ ഇടിച്ചു കയറി ചെന്ന് വിളിച്ച് ബഹളം വെച്ച് ആളെ പുറത്ത് വരുത്തുക എന്നൊരു രീതി സ്വീകരിക്കാൻ പാടില്ല എന്നത്. വലവു അന്നഹും സബറു, എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയുകയാണ്, ഇവര് സബറ് കാണിച്ചിരുന്നെങ്കിൽ, സഹനം അവലംബിച്ചുകൊണ്ട് നിലക്കൊണ്ടിരുന്നുവെങ്കിൽ, ഹത്താ തഖ്റുജ ഇലൈഹിം, താങ്കൾ അവരുടെ അടുക്കലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുന്നത് വരെ, താങ്കൾ അവരുടെ അടുക്കലേക്ക് അങ്ങ് പുറപ്പെട്ട് ചെല്ലുന്നത് വരെ അവർ കാത്തിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതാകുമായിരുന്നു അവർക്ക് എത്രയോ ഉത്തമമായിരുന്നത്. അവര് അവർക്ക് സ്വീകരിക്കാമായിരുന്ന ഏറ്റവും നല്ലൊരു നടപടി അദ്ദേഹം പുറത്തേക്ക് വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതായിരുന്നു. കാരണം താങ്കൾ ഒരാവശ്യത്തിന് വേണ്ടിയാണ് വീട്ടിൽ പോയിട്ടുള്ളത്. ഒരുപക്ഷെ കുറച്ചു നേരം വിശ്രമിക്കാനും കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാനും ഒക്കെ ഉള്ളതായിരിക്കും താല്പര്യം. ആ കാര്യം കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തോട്ട് തന്നെയാണ് വരിക. ബാക്കി സമയം മിക്കവാറും ഒക്കെ മസ്ജിദ് നബവിയിൽ അദ്ദേഹം ഉണ്ടാവാറുണ്ട്, പൊതുജനങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട്. അതല്ലെങ്കിൽ വല്ല ആവശ്യങ്ങളുമായി വല്ല ഇടങ്ങളിലേക്കും പോവുകയോ അല്ലെങ്കിൽ വേറെ വല്ല ഒരുക്കങ്ങൾക്കും ഒക്കെ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരാകുകയോ ഒക്കെയാണ് ചെയ്യുക. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെലവഴിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ശല്യം ചെയ്ത് വിളിച്ച് ആളെ പുറത്ത് ചാടിക്കുക എന്നുള്ള രീതിയിൽ പെരുമാറരുത്, ഒച്ചയിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യരുത് എന്നതാണ് ഇവിടെ പറയുന്ന കാര്യം. വലവു അന്നഹും സബറു, അവർ ക്ഷമിച്ചിരുന്നെങ്കിൽ, ഹത്താ തഖ്റുജ ഇലൈഹിം, താങ്കൾ അവരുടെ അടുക്കിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുന്നത് വരെ, ലകാന ഖൈറൻ ലഹും,
അവർക്ക് അതാകുമായിരുന്നു ഏറ്റവും നല്ല ഒരു നടപടി. ഏറ്റവും ഉത്തമമായ, അവർക്ക് ഏറ്റവും ഭൂഷണമായ ഒരു സംഗതി അങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാകുമായിരുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. വല്ലാഹു ഗഫൂറുൻ റഹീം, നിശ്ചയമായിട്ടും അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നേരത്തെ മര്യാദകേട് കാണിച്ചുകൊണ്ടുള്ള ഒരു രീതി സ്വീകരിക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങള് ഫലശൂന്യമായി മാറാൻ കാരണമാകും എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അള്ളാഹു പുറത്തു കൊടുക്കുന്ന കാര്യവുമാണ് പറയുന്നത്. അപ്പോ പിന്നിട്ട ഘട്ടത്തിലുണ്ടായ ഇത്തരം മര്യാദകേട് നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഫലശൂന്യമായി മാറും. നിങ്ങളുടെ കർമ്മങ്ങൾക്കൊന്നും പ്രതിഫലം കിട്ടാത്ത അവസ്ഥ വരും. അതേസമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളിൽ തിരുത്തൽ കൊണ്ടുവരികയാണ്, നിങ്ങളുടെ ജീവിതത്തിലും രീതികളിലും ഒക്കെ നിങ്ങൾ മാറ്റം വരുത്തി മര്യാദയുള്ളവരായി തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ അള്ളാഹു യാതൊരു ആക്ഷേപവും ഉന്നയിക്കുകയില്ല, നിങ്ങളെ അതിന്റെ പേരിൽ ശിക്ഷിക്കുകയും ഇല്ല. മറിച്ച് അള്ളാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരും, പുറത്തു തരും, നിങ്ങളോട് ഏറെ കരുണ കാണിക്കുകയും ചെയ്യും. അപ്പോ പിന്നിട്ട നാളുകളിലെ നിങ്ങളുടെ കർമ്മങ്ങൾ തന്നെ ഇനി അങ്ങോട്ടുള്ള കർമ്മങ്ങളും അതൊക്കെ ഫലശൂന്യമാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ മര്യാദ പാലിക്കുന്നവരാകണം. അങ്ങനെയാണെങ്കിൽ നേരത്തെ സംഭവിച്ച പിഴവുകളും പോരായ്മകളും ഒക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരും, നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ നൽകുന്ന സൂചന. വല്ലാഹു ഗഫൂറുൻ റഹീം, അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 4-5 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.